കറുകച്ചാലിനും മണിമലയ്ക്കും ഇടയിൽ ഇടിയിരയ്ക്കപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. അവിടെ വഴിയിൽ ആരോ ഒരു ഉപേക്ഷിച്ച ലാബാണ്. ലാബ് ആ തോട്ടിലേക്ക് വീണു പോയതാണെന്ന് തോന്നുന്നു. അവൻ ആ തോട്ടിൽ വീണ കിടന്ന ആ സ്ഥലത്ത് തന്നെ അവിടെ ഇരിപ്പാണ്. അവിടെ ആളുകൾ അവന് ഫുഡും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അവൻ അവിടെ തന്നെ അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ആ തോട്ടിലേക്ക് ഇറങ്ങാനുള്ള മാർഗമൊന്നുമില്ല. അതിന് വാർഡ് മെമ്പർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സഹായത്തോടു കൂടി KSEBയുടെ ലാഡർ എടുത്തു കൊണ്ടുവന്ന് വെച്ച് ആ തോട്ടിനകത്തേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പടി. അങ്ങനെ തോട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ലാബായതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ, അവൻ കടിക്കുകയില്ല എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ ചെന്നത്. പക്ഷേ അവൻ്റെ അടുത്ത് എത്തിപ്പെട്ടപ്പോഴത്തേനും അവൻ മുറുമുന്നുണ്ട്. എന്ന് മാത്രമല്ല, അവനെ ഞാൻ ശ്രദ്ധിക്കുമ്പോഴല്ല അവനെന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവന് വിശക്കുന്നുണ്ടെന്ന് തോന്നിയ കാരണം ഞാൻ പിന്നെ അവിടെയുള്ള വാർഡ് മെമ്പർമാരോടും അവിടെ കൂടി നിന്നവരോടും എല്ലാം അവന് കഴിക്കാൻ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പലതരത്തിലാണ്, അതൊന്ന് ഇണക്കി എടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ അവൻ ഒരു പരിപ്പോടെ തന്നത് മേടിച്ചിട്ട് ഞാൻ ഒടിച്ച് കൈ വെക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഇവൻ വന്ന് ചാടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈക്ക് മുറിവ് പറ്റുന്ന കാരണം ഞാൻ പിന്നെ ഒടിച്ച് താഴേക്കിട്ടു. അങ്ങനെ താഴേക്ക് ഇട്ടപ്പോഴത്തേക്കും പുള്ളി അത് കണ്ടുപിടിക്കാൻ എന്തോ പ്രയാസപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോഴാണ് ഇവന് കാഴ്ചയ്ക്ക് മങ്ങലുണ്ട്. കാഴ്ച പൂർണ്ണമായിട്ടൊന്നും പോയിട്ടില്ല. അവനെ ആശുപത്രി കാണിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം പിന്നെ ഇവനെ മുറുമുന്ന കാരണം ഇവൻ്റെ വാ കെട്ടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവർ നൈറ്റിയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നൈറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് അത് കീറി നാട പോലെയാക്കി ഇവൻ്റെ വായൊക്കെ കെട്ടി ഇപ്പുറത്തൂടെ എടുത്തു കയറ്റാം എന്നുള്ളതായി. പക്ഷേ എടുത്തു കയറ്റാൻ ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും ഈ നാടയൊക്കെ കെട്ടുന്നതൊക്കെ എപ്പോൾ വേണേലും കളയാമല്ലോ. അപ്പോൾ ഇവൻ കടിക്കാനുള്ളൊരു സാധ്യത പിന്നെയും കാണുകയാണ്. അങ്ങനെ ഞാൻ പിന്നെ അതോടു കൂടി അതും വേണ്ടെന്ന് വെച്ചു. ലാഡർ വഴി വലിച്ച് മുകളിലേക്ക് കയറ്റാമോ നോക്കിയപ്പോഴത്തേനും പുള്ളിക്ക് മടിയാണ്. ലാഡറിന് അതുവഴി കയറിപ്പോരാൻ പുള്ളിക്ക് മടിയാണ്. അപ്പോൾ വീണ്ടും ഇത് പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ ആ തോടിൻ്റെ അങ്ങേയറ്റത്തൂടെ പൊക്കം കുറഞ്ഞൊരു സ്ഥലം ഉണ്ട് എന്ന് അറിഞ്ഞു. അങ്ങനെ ആ പൊക്കം കുറഞ്ഞ സ്ഥലത്തൂടെ ഇവനെ വലിച്ച് മുകളിലേക്ക് കയറ്റാം എന്ന് കരുതി ഞാനിവനെ വലിച്ചുകൊണ്ട് ആ തോട്ടിനകത്തൂടെ പോയി. പക്ഷേ അവൻ ഇരുന്ന ആ സ്പോട്ട് കഴിയുമ്പോഴത്തേക്ക് അവൻ മുറുമാൻ തുടങ്ങി. അപ്പം വീണ്ടും പ്രശ്നമായി. അവനെ കടിക്കുമോ എന്ന് എനിക്കറിയത്തില്ലല്ലോ. ചിലപ്പോൾ തീരെ അസ്വസ്ഥതപ്പെടുത്തി അവർ കടിക്കും, ലാബാണേലും കടിക്കും. പ്രത്യേകിച്ച് ഇത്രയും വിഷമതകളിൽ കടന്ന് അനുഭവിച്ചതിന് ശേഷം വരുന്ന ഒരു ഡോഗ് ആയതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ അത് റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കയറെടുത്ത് അവനെ കഴുത്തിൽ കുടുക്കിട്ടിട്ട് ഈസി ആയിട്ട് മുറുകാത്ത കുടുക്കിട്ടിട്ട് അവനെ മുകളിലേക്ക് വലിച്ചു കയറ്റുക എന്ന് തീരുമാനമെടുത്തു. അങ്ങനെ അവിടെയുള്ള ആളുകൾ ഒരു ചകിരിക്കയർ കൊണ്ടുവന്നു. അങ്ങനെ ചകിരിക്കയർ അവരോട് മേടിച്ചിട്ട് ഒരു കുടുക്കിടാനുള്ള ശ്രമമാണ്. അങ്ങനെ കുടുക്കിട്ടിട്ട് കഴുത്തിൽ പതിയെ കുടുക്കിട്ടിട്ട് അവൻ്റെ KSEBയുടെ ലാഡർ വഴി ഞാൻ കയറിപ്പോന്നതിന് ശേഷം അത് വലിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ഇവനെ പതിയെ മുകളിലേക്ക് വലിച്ച് കയറ്റി. അങ്ങനെ വലിച്ചു കയറ്റി പുള്ളി മുകളിൽ വരികയാണ്. മുകളിൽ വന്നു, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. മുകളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ശാന്തനായി, വിഷയമൊന്നും ഉണ്ടാക്കിയില്ല. ഞാനെന്തായാലും അവനെ ഒരു ഓട്ടോയ്ക്കകത്ത് കയറ്റി ഈ കയറെല്ലാം കഴുത്തയിൽ ചുമ്മാ കിടന്ന കയറുമെല്ലാം അഴിച്ച് കളഞ്ഞിട്ട് പിന്നെ ഇവനെ എൻ്റെ കയ്യിലിരുന്ന് ലീഷും ഒക്കെ എടുത്ത് കഴുത്തയിലിട്ടിട്ട് ഞാൻ കൊണ്ടുപോയി ചെങ്ങന്നൂരുള്ള ഒരു സഹോദരനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ്. പുള്ളി ഇങ്ങനെ അഡോപ്ഷനായിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പുള്ളിയെ ഏൽപ്പിക്കും. ആ ചെറുപ്പക്കാരനാണ്, ആ കക്ഷിയെ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് പുള്ളി മെഡിസിനൊക്കെ കൊടുത്ത് ഇവൻ്റെ കാലയിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു കേട്ടോ. അത് വാഹനം ഇടിച്ചതാണോ ഒന്നും അറിയത്തില്ല. കാലിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു. അതുമൊക്കെ പറഞ്ഞ് ഇവനെ ഫുഡൊക്കെ
കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ചെങ്ങന്നൂരിൽ നിന്ന് നമ്മൾ പോരുന്നത്. ദേഹത്തൊക്കെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവന് ഇല്ല. അതിനെ ഒന്ന് ചീകിയൊക്കെ ഒന്ന് വെടിപ്പാക്കി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷേ ഇതുപോലെ കൊണ്ട് കളയുന്ന ഇവരെയൊക്കെ എന്താണ് പറയുന്നത്, അത് വല്ല ചീത്തവാക്കൊക്കെ പറയേണ്ടതായിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. എന്തായാലും ശുദ്ധ കൊള്ളരുതാഴിയാണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം ഇത് അപ്പനെ അമ്മയും കൊണ്ട് കളയുന്ന കാലത്ത് ഇതൊന്നും വലിയ സംഭവമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇവരെ ഏതെങ്കിലും തരത്തിൽ റെസ്ക്യൂ ചെയ്യുന്ന ടീമുകളെ കണ്ടെത്തി അത് ഇതിപ്പോൾ ഒരു അഡോപ്ഷനാക്കി കൊടുക്കുന്ന സംവിധാനമൊക്കെ നടക്കുകയുള്ളൂ. എന്തായാലും ഈ ചെറുപ്പക്കാരൻ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നാണ് ഇപ്പം അറിയുന്നത്. എന്തായാലും അവന് സന്തോഷമായ ഒരു ഭാവി ജീവിതം കിട്ടട്ടെ എന്ന് ആശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചെങ്ങന്നൂരിൽ നിന്ന് ഇവനെ എത്തിച്ച ശേഷം മടങ്ങിപ്പോന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.